മസ്തകത്തിൽ മുറിവേറ്റ് കാട്ടിൽ നടക്കുന്ന ആനയെ കണ്ടെത്താൻ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ വിവിധ ബ്ലോക്കിൽ രണ്ടാം ദിവസവും നടത്തിയ തെരച്ചിൽ ഫലം കണ്ടില്ല. 10-ൽ കൂടുതൽ ആനകളെ ഇതിനകം നിരീക്ഷിച്ചുവെങ്കിലും മുറിവേറ്റ ആനയെ ഇതുവരെയും കണ്ടെത്താനായില്ല. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ 1-ാം ബ്ലോക്കിൽപ്പെടുന്ന മുനിത്തറ ഭാഗത്താണ് ആദ്യം തെരച്ചിൽ തുടങ്ങിയത്. വാഴച്ചാൽ DFO R. ലക്ഷ്മി, അതിരപ്പള്ളി റേഞ്ച് ഓഫീസർ ജീഷ്മ ജനാർദ്ദനൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് തെരച്ചിൽ. സംസ്ഥാന ചീഫ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്രിയ നേതൃത്വം നൽകുന്ന വെറ്ററിനറി വിഭാഗവും ഇവർക്കൊപ്പമുണ്ട്. മയക്കുവെടിവെച്ച ശേഷം ആനയ്ക്ക് ചികിത്സ നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. RRT സംഘം 6 വിഭാഗമായി ആനയെ അന്വേഷിച്ചു നടന്നു. മലയാറ്റൂർ ഡിവിഷൻ പരിധിയിലും തിരച്ചിൽ നടത്തി. അടുത്ത ദിവസം മലയാറ്റൂർ, ചാലക്കുടി ഡിവിഷൻ പരിധിയിലും അന്വേഷണം നടക്കും. വെള്ളിയാഴ്ച രാവിലെ 7-ന് ദൗത്യം പുനരാരംഭിക്കുമെന്ന് DFO അറിയിച്ചു. ബുധനാഴ്ച ആനയെ കണ്ടെത്തിയിരുന്നുവെങ്കിലും മയക്കുവെടി വെക്കാനായില്ല. ചാലക്കുടി പുഴയുടെ പ്ലാന്റേഷന്റെ വെറ്റിലപ്പാറ തുരുത്തിലായിരുന്നു ആനയെ കണ്ടെത്തിയത്. പൈപ്പ് ബ്രോവൽ ഉപയോഗിച്ച് ശബ്ദമുണ്ടാക്കി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുന്നതിന് വിദഗ്ധ സംഘം ശ്രമിച്ചപ്പോഴാണ് പരിഭ്രാന്തനായ ആന കാട് കയറി പോയത്. പിന്നീട് ഇതിനെ കണ്ടെത്താനായില്ല. 1/2 കിലോമീറ്റർ അകലെയുള്ള ഉൾവനത്തിലേക്ക് ആന കയറി. ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിലും വ്യാഴാഴ്ച നടന്നു. കഴിഞ്ഞ ജനുവരി 17-ന് ഏഴാറ്റുമുഖത്തെ എലിച്ചാണിപ്പാറയിലാണ് മസ്തകത്തിൽ മുറിവുള്ള ആനയെ കണ്ടെത്തിയത്. 60-അംഗ സംഘമാണ് തിരച്ചിലിലുള്ളത്. വാഴച്ചാൽ, ചാർപ്പ, ഷോളയാർ റേഞ്ചുകളിലെ RRT വിഭാഗവും തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രത്യേക സംഘവുമാണ് ദൗത്യത്തിൽ പങ്കെടുക്കുന്നത്. TC വിനോസ്, ചാലക്കുടി.